ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ജീവിതത്തിൽ എനിക്ക് എവിടെ നിന്ന് സഹായം വരും എന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ ഇനി ആരും എൻ്റെ കൂടെ ഇല്ലെന്ന് വിഷമിക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ കർത്താവ് നിനക്കൊരു ഉത്തരം നൽകുന്നു. നിനക്കൊരു സഹായം സ്വർഗം തരും. വിശ്വസിക്കൂ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. പഠിക്കേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. പാടാം. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആമേൻ. ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാഗ്ദാനം എന്താ? ദൈവത്തിന് എന്നെ സ്നേഹമാണ്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാ പറയണേ. പറഞ്ഞേ. ദൈവത്തിന് എന്നെ അത്രമേൽ സ്നേഹമാണ്. മൂന്നാമത്തത് എന്താണ്? എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. പറഞ്ഞേ. എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. ഹല്ലേലൂയ. ഈ വാഗ്ദാനങ്ങൾ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ ചിലരുടെ ഉള്ളിൽ സംശയമുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ എനിക്ക് കിട്ടുമോ? കാര്യം കൊള്ളാം, ഇത് സുന്ദരമായിട്ടുള്ളൊരു സൂപ്പർ വാഗ്ദാനാണ്, പക്ഷെ ഇതെനിക്ക് കിട്ടുമോ? കാരണം ഞാൻ അതിന് യോഗ്യനാണോ? അത്രയൊന്നും വലിയ പ്രാർത്ഥനയൊന്നും എനിക്കില്ലെന്നേ, ഞാൻ വലിയ പാപിയാണെന്നേ. പ്രിയവരെ, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വാഗ്ദാനം നേരിട്ട് സ്വീകരിച്ചത്? ദൈവം ആരോടാ പറഞ്ഞേ? മോശയോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. ആരാ മോശ? ഈ മോശയെ കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മോശയുടെ ജീവിതം, ചെറുപ്പകാലഘട്ടമൊക്കെ നമുക്കറിയാമല്ലോ. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലൂടെ വളർന്ന ബാല്യകാലമാണ്. മര്യാദയ്ക്കൊന്ന് വാവിട്ട് നിലവിളിക്കാൻ മോശയ്ക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്കറിയാം. ആ പെട്ടകത്തിൻ്റെ അകത്ത് അല്ലേ, ദേ ഈ കുഞ്ഞിനെ വെച്ച് നദിയിൽ ഒഴുക്കി വിടേണ്ടി വന്നില്ലേ മാതാപിതാക്കൾക്ക്? കാരണം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അധികാരികൾ നശിപ്പിച്ചു കളയും. ഈ കുഞ്ഞ് വളരുന്നത് രാജകൊട്ടാരത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ വേറെ എവിടെയോ വളരേണ്ടി വന്നൊരു ബാല്യകാലം. മോശയെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു കാര്യം നേരെ ചൊവ്വേ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത മോശ. കാരണം ഇയാള് വിക്കനാണ്, സ്റ്റാമറിങ്. ഒരു കാര്യം പറയണമെങ്കിൽ കുറെ സമയമെടുക്കും, അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിരിയുന്നുമില്ല. വിക്കനാണ്. എങ്ങനെയാ ഇയാൾക്ക് വിക്കായി മാറിയത്? പ്രിയപ്പെട്ടവരെ, ആന്തരിക സൗഖ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വിക്ക് അതിനോട് ബന്ധപ്പെട്ടൊരു മേഖലയാണ്. പലപ്പോഴും ഭയത്തിൽ നിന്നാണ് വിക്ക് രൂപപ്പെടുന്നത്. ഭയത്തിൽ നിന്നാണ് വിക്ക്. സ്റ്റാമറിങ് ബിക്കോസ് ഓഫ് ഫിയർ. മോശയ്ക്ക് ചെറുപ്പത്തിൽ വാവിട്ട് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്ന്. ആ പെട്ടിക്കകത്ത് അടയ്ക്കപ്പെട്ട് വാവിട്ട് നിലവിളിക്കാൻ പോലും പറ്റാതെ കിടക്കുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഭയത്തിൻ്റെ മേഖലകൾ പിന്നീട് ആ കുഞ്ഞിന് സംസാരത്തിൽ തന്നെ ഇപ്രകാരമുള്ളൊരു ഭാരമായിട്ട് മാറി. വിക്ക്, സംസാര ശക്തി കൃപയില്ലാത്തൊരു കുട്ടിയായിപ്പോയി. ഇനി ഈ മോശയെക്കുറിച്ച് വീണ്ടും വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത്രമാത്രം ആന്തരിക മുറിവിൻ്റെ കൂടാരമായിട്ടാണ് വളരുന്നത്. ആന്തരിക മുറിവിൻ്റെ കൂടാരം, അങ്ങനെ തന്നെ പറയാം. കാരണം ദേഷ്യം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എന്നാ ദേഷ്യം എന്നറിയോ? വലിയ ദേഷ്യം. മോശയ്ക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഒരുത്തനെ അടിച്ചു കൊന്നത്. ദേഷ്യം.
ഇങ്ങോട്ട് നോക്കിക്കേ. അമിതമായി ദേഷ്യമുള്ളവരൊന്ന് കൈപൊക്കാവോ? അമിതമായി ദേഷ്യമുള്ളവർ. ഞാൻ ഏതായാലും കൈപൊക്കിയിട്ടുണ്ട്. വേറെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അമിതമായ ദേഷ്യം, ഹോട്ട് ടെമ്പർമെന്റ് ഉള്ളവർ കൈപൊക്കിക്കോ. കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇരിപ്പ് കണ്ടാ മതി അല്ലേ? അൽഫോൻസാമ, കൊച്ചു ത്രേസ്യ, ദേ ഇരിക്കുന്നു ചാവറ പിതാവ്, വിശുദ്ധ സെബസ്ത്യാനോസ്. ഒയ്യോ, ഇരിക്കണ ഇരിപ്പ് കണ്ടാ മതി. ദേഷ്യോ അതെന്നതാച്ചാ? അയ്യോ എൻ്റെ പ്രിയരെ, ഈ ഇരിക്കുന്ന ഇരിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒറിജിനൽ സ്വഭാവം. അതച്ചാ പള്ളിക്ക് പുറത്ത്, അത് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്വഭാവം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ചിലരുടെ സ്വഭാവം കണ്ടിട്ടില്ലേ? മൂക്കത്ത് ശുണ്ടി എന്നൊക്കെ പറയും. അടുത്തുകൂടെ പോകാൻ മേല അരിഞ്ഞു കളയും. എന്തൊരു ദേഷ്യമെന്നറിയോ? തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടാൻ തുടങ്ങും. ഭയങ്കരമായ ഭ്രാന്തമായ ഒരു ആവേശമാണ് ചിലർക്ക്. ദേഷ്യം വന്നാൽ ചിലർ പറയുന്ന എന്താണെന്നൊരു പിടുത്തവും കിട്ടത്തില്ല. അങ്ങനെ ഇല്ലേ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയണ എന്താണെന്നൊരു പിടുത്തവും ഇല്ല. ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിലർ പറയത്തില്ല, ദേ അവന് ദേഷ്യം വന്നിട്ടുണ്ട്, ഇനി അവിടെ നിൽക്കണ്ട, പോര് പോര് പോര്. കാരണം എന്താ? ഇനി എന്തെല്ലാം വലിച്ചെറിയുമോ, ഇനി എന്തെല്ലാം പൊട്ടിച്ചെറിയുമോ എന്നൊരു പിടുത്തവും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ കൊച്ചിന് ഞാനിത് 3ാമത്തെ മൊബൈൽ ഫോണാണ്, കഴിഞ്ഞ 2 എണ്ണം പൊട്ടിച്ചു കളഞ്ഞു. അച്ഛാ ഈ ചെറുക്കന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൊബൈലാണ് വലിച്ചെറിയുന്നത്. എത്ര വില കൊടുത്ത് വാങ്ങിക്കൊടുത്ത മൊബൈൽ അച്ഛാ, അതിനെ പൊട്ടിച്ചു കളയുന്നു. ദേഷ്യം 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 ദേഷ്യം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അമിതമായ ദേഷ്യം, ചെറിയ ദേഷ്യമൊന്നുമല്ല, അമിതമായ ദേഷ്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ സംഭവം കേട്ടപ്പോഴത്തേക്ക് വളരെ രസകരമാണെന്ന് തോന്നി. ഭർത്താവ് മദ്യപാനി. ഇയാൾ കുടിച്ചിട്ട് വീട്ടിൽ വന്നു. ഭയങ്കര ബഹളം അങ്ങോട്ട് കൂടി. എന്തോ ഭാര്യയെക്കുറിച്ച് എന്തോ ഒരു സംശയമോ എന്തോ ഭാരമൊക്കെ ഉണ്ട്. ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് ബഹളത്തോട് ബഹളത്തിനിടയിൽ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇത് വീട് മുഴുവൻ അടിച്ച് പൊട്ടിക്കും, ഇതൊക്കെ തകർക്കും ഞാൻ. ഉടനെ ഭാര്യ മുന്നോട്ട് വന്നു. ഭാര്യയ്ക്ക് ഇതിനേക്കാളും വലിയ ദേഷ്യം. ഭാര്യ കുടിച്ചിട്ടില്ല, പക്ഷെ ഭാര്യയുടെ ദേഷ്യം കലിതുള്ളി. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇയാളായിട്ട് പൊട്ടിക്കേണ്ട, ഞാൻ തന്നെ പൊട്ടിച്ചോളാം. 1.5 ലക്ഷം രൂപ കൊടുത്ത് അവർ വാങ്ങിക്കൊണ്ടുവന്ന് TV, ഭാര്യ അവിടെ കിടന്നുകൊണ്ടിരുന്ന ഒരു പാത്രം എടുത്ത് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. 1.5 ലക്ഷം രൂപ കൊടുത്ത് അവർ വാങ്ങിക്കൊണ്ടുവന്ന അവരുടെ സമ്പാദ്യത്തിന്റെ ഭാഗമായ TV ഭാര്യ തല്ലി തകർത്തു. ഭാര്യ തകർത്തപ്പോൾ അവിടെ നിന്നിരുന്ന ഭർത്താവിന് ഒരു ചിന്ത, ഞാനാണോ കുടിച്ചത്, ഭാര്യയാണോ കുടിച്ചതെന്നൊരു ചിന്ത. ഭർത്താവിൻ്റെ കുടിച്ചതെല്ലാം ആവിയായിട്ട് പോയെന്നാണ് ഭർത്താവ് പറഞ്ഞത്. എൻ്റെ അച്ഛ, എന്തൊരു ദേഷ്യം. ഞാൻ പിന്നെ മദ്യപാനിയാണെന്ന് ഓർക്ക്, ഇവൾ എന്നാ സാധനം അടിച്ചിരിക്കുന്ന അച്ഛ. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് അടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഞാൻ അടിച്ചാൽ നിൽക്കേണ്ടത്, ഞാൻ ദേഷ്യക്കാരിയാണ്. ചരിത്രം പറയുന്നു, അന്നത്തോടുകൂടി ഭർത്താവ് കുടി നിർത്തി. കൊള്ളാം. ചിലരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണല്ലോ, നന്നാവുന്നല്ലേ? ചിലരുടെ സ്വഭാവം വല്ലാണ്ട് നന്നാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിച്ച, എൻ്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരൻ മിടുക്കനാണ്. പക്ഷെ അവൻ്റെ ഒറ്റ കുഴപ്പം, അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ ഇവനെ പലതരത്തിൽ ഇരട്ടപ്പേരൊക്കെ വിളിക്കുമായിരുന്നു. ഭയങ്കര ദേഷ്യക്കാരൻ. വീട്ടിലും ദേഷ്യം, നാട്ടിലും ദേഷ്യം, സ്കൂളിലും ദേഷ്യം, ഭയങ്കര ദേഷ്യം. വർഷങ്ങളേറെ കഴിഞ്ഞു. പിന്നീട് ഞാൻ വൈദികനായി നാട്ടിൽ അവധിക്ക് ഒരു നാളിൽ ചെന്നപ്പോൾ ഞാൻ ഇവനെ കണ്ടു. അപ്പോൾ ഇവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇവൻ്റെ മുഖത്ത് ഭയങ്കര ശാന്തത. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ഇതെന്നാ പറ്റിയടാ, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട് ചെറുപ്പത്തിൽ, ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. അതെ അച്ഛാ, ദേഷ്യമൊക്കെ ആയിരുന്നേ. ഞാൻ പറഞ്ഞല്ല, ഇതെങ്ങനെ മാറി, ഇതെങ്ങനെ, എന്നാ സംഭവിച്ചു, ഇതെന്താണ് നിന്റെ മാനസാന്തരത്തിൻ്റെ കാരണം? മാനസാന്തരത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട അച്ഛാ, ഞാനൊരു കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, നല്ല കാര്യമല്ലേ? അതിന് ഈ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാ പറയാനാ, ഞാൻ കല്യാണം കഴിച്ചവള് എന്നേക്കാളും ദേഷ്യക്കാരിയാ. അതുകൊണ്ട് എൻ്റെ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പം ഞാൻ ശാന്തനായി. ചിലര് കല്യാണം കഴിക്കുന്നതോടുകൂടി മെച്ചപ്പെടും അല്ലേ? ചിലർ ഇപ്പം നോക്കിയിരുന്നുണ്ട്, ശരിയാ അച്ഛാ, എങ്ങനെ നടന്ന ഞാനാ അല്ലേ, ഇങ്ങനെയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി ഓരോ രീതികളെ അല്ലേ, ഓരോ രീതികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച്, അമിതമായ ദേഷ്യം പറയുന്ന എൻ്റെ ഉള്ളിലും കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാവും. വലതുകരം ഉയർത്തിപ്പിടിച്ചോളൂ. മോശയുടെ ജീവിതത്തിൽ അമിതമായ ദേഷ്യം,
ഈ ദേഷ്യ സ്വഭാവം മോശയുടെ ജീവിതത്തെ വല്ലാണ്ട് ഭാരപ്പെടുത്തിയിരുന്നു. ദൈവമേ, അമിതമായ ദേഷ്യ സ്വഭാവമുള്ള ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ സൗഖ്യം ഒഴുകപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അമിതമായ ദേഷ്യക്കാരൻ, ദേഷ്യം കാരണം ഒരുത്തനെ അടിച്ചു കൊന്നു. നമ്മുടെ ദേഷ്യം കൊണ്ട് നമ്മൾ ആരും തല്ലിക്കൊന്നിട്ടില്ലായിരിക്കും അല്ലേ? നാവ് കൊണ്ട് നമ്മൾ പലരെയും തകർത്തിട്ടുണ്ടാവും. എന്നാൽ മോശയെ കുറിച്ച് വചനം പറയുന്നു, മോശ ഒരാളെ കൊന്നതാണ്, കൊലപാതകിയാണ്, വിക്കനാണ്, നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റുന്ന കഴിവില്ല, ഒത്തിരി കുറവുകളുള്ള മോശ. ഇങ്ങനെയുള്ള മോശയെ കുറിച്ചാണ് ബൈബിൾ വചനം പഠിപ്പിക്കുന്നത്. ഈ മോശയുടെ മുമ്പിലാണ് ദൈവം ഈ വാഗ്ദാനങ്ങൾ കൊടുത്തത്. അമ്പടാ, നമ്മൾ ചിന്തിച്ചെന്താ? നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോന്ന്? മോശയെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? മോശയുടെ അവസ്ഥ എന്താ? ഒത്തിരി കുറവുകളുള്ള മനുഷ്യൻ, ഒത്തിരി കുറവുകളുള്ള മനുഷ്യൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ, ഓ ദൈവമേ, ഞാൻ കുറവുകളുള്ള ആളാണ്, എൻ്റെ പാപ ഇങ്ങനെയാണ്, എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാത്ത ചില വീഴ്ചകൾ എനിക്കുണ്ട്, ഞാൻ തകർന്നു പോയവനാണ്. വചനം പഠിപ്പിക്കുന്നു, നീ വിഷമിക്കേണ്ട. നീ എത്ര കുറവുകളുള്ള വ്യക്തിയാണെങ്കിലും, എത്രമാത്രം നിന്റെ ജീവിതത്തിൽ നീ കണ്ണുനീരിലൂടെ പോയിട്ടുണ്ടെങ്കിലും, വചനം നിനക്ക് നൽകുന്ന ഉറപ്പെന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതുക്കിപ്പണിയുന്നതിൽ നിന്റെ സഹകരണം പ്രധാനപ്പെട്ടതാണ്. എൻ്റെ സഹകരണം പ്രധാനപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ 33-ാം അധ്യായത്തില് വളരെ പ്രധാനപ്പെട്ട 1-2 വചനങ്ങളൊന്ന് വായിക്കുവാണ്. 14-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 14. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാ പറയണേ? ദൈവം പറയാണ്, മോശേ, നീ വിഷമിക്കേണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെ വരും, നിനക്ക് ആശ്വാസം തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു മോശയും ദൈവവുമായിട്ടുള്ള സംഭാഷണം നടക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാവോ? ദൈവം പറഞ്ഞു, മോശേ, ഇസ്രായേൽ ജനവുമായിട്ട് നീ പൊക്കോ, നിന്റെ കൂടെ ഞാനുണ്ടെന്ന്, നീ എവിടെ പോയാലും ഞാനുണ്ടാവും, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നീ ധൈര്യമായിട്ട് പൊക്കോ. കർത്താവ് കൊടുക്കുന്നൊരു വാഗ്ദാനമാണ്. മോശ, നീ വിഷമിക്കേണ്ട. എന്താണ് വാഗ്ദാനം? ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വാഗ്ദാനം കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വചനം മോശ എന്താ പറഞ്ഞെന്ന് കേട്ടെ. ഇത് ദൈവം പറഞ്ഞ കാര്യം. അപ്പൊ മോശ എന്ത് തിരിച്ചു പറഞ്ഞു? മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. കണ്ടോ? അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. അടുത്ത വചനം, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? കണ്ടോ? അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഡോണ്ട് വറി, നീ പൊക്കോ. ഉടനെ ഇത് കേട്ട ഉടനെ മോശ യാത്ര പുറപ്പെട്ടില്ല. മോശ എന്തു പറഞ്ഞെന്നറിയോ? നീ എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? നീ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ, എൻ്റെ പ്രവൃത്തി സ്ഥലത്ത്, എൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ യാത്രയിൽ ഉണ്ട് എന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, ഒരുപക്ഷെ നിങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു കൗൺസിലിങ്ങിലോ ഒരു ധ്യാന അവസരത്തിലോ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു,
നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു കേൾക്കുമ്പോൾ കൊള്ളാം. ഉടനെ തന്നെ നമ്മൾ താങ്ക് യു ദൈവമേ എന്നും പറഞ്ഞു പോരും. എന്നാൽ മോശ അങ്ങനെ പോയില്ലെന്ന്. മോശ എന്താ പറഞ്ഞെന്നറിയോ? ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു, പറച്ചില് മാത്രം പോരെന്ന്. നാട്ടുകാർ കാണണം. എനിക്ക് കിട്ടിയ ഈ വാഗ്ദാനം ഇങ്ങനെ വെറുതെ എനിക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ച പോരാ, നാട്ടുകാർ കാണണം, മറ്റുള്ളവരറിയണം. എന്ത്? ഞങ്ങൾ വ്യത്യസ്തരായ ഒരു ജനതയാണെന്ന് മറ്റുള്ളവരറിയണം. ആ വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മോശ ദൈവത്തോട് പറയാണ്, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, എനിക്കത് കാണണം, എനിക്കത് അനുഭവിക്കണം. അപ്പൊ ബാക്കിയുള്ള ജനത പറയും, ഈ ജനതയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയുടെ യാത്ര നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര അത്ഭുതകരമായ യാത്രയാണ്. എത്ര വർഷം അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തു? പറഞ്ഞേ, എത്ര വർഷം? 40 വർഷം. 40 വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്തു. വെറുതെ വായിച്ചു പോയാൽ പോരാ. ഈ മരുഭൂമിയിലെ യാത്രാ സമയത്താണ് ഇതാ നമ്മുടെ മുമ്പിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പല മേഖലകളും വെളിപ്പെട്ട് കിട്ടിയത്. ഇസ്രായേൽ ജനത്തിന്റെ യാത്ര, ഈ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു? അവരെങ്ങനെ യാത്ര ചെയ്തത്? അവർക്ക് തോന്നുന്ന സ്ഥലത്തുകൂടിയാണോ അവർ പോയത്? അവർക്ക് തോന്നുന്ന സമയത്താണോ അവർ പോയത്? അല്ല. അവരുടെ യാത്ര നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു സുന്ദരമായ വചനം ഒന്ന് വായിച്ചാൽ മതി. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം. നമുക്കറിയാം 40-ാം അധ്യായത്തോടുകൂടി പുറപ്പാട് പുസ്തകം അവസാനിക്കുകയാണ്. ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് എക്സോഡസ്. 40-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനം. എങ്ങനെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്തിരുന്നത്? മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ്. എന്നിട്ട് വായിച്ചേ. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയാ. അവര് വെയിറ്റ് ചെയ്യും, അവരവിടെ കാത്തിരിക്കും. ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് വരെ they waited. ദൈവം പറയുന്ന പറച്ചിൽ മാത്രമല്ല, അവർക്ക് ദൈവജനത്തിന് ഇങ്ങനെ ബോധ്യപ്പെടും. They were able to experience. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് അവർ ദൈവ സാന്നിധ്യം അവർക്ക് വെളിപ്പെട്ട് അനുഭവിച്ചു. അവരുടെ കൺവട്ടത്തവർ കണ്ടു. വായിച്ചു, തൊട്ടടുത്ത വചനം കൂടെ വായിച്ച് 38-ാം വചനം. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ പ്രത്യേകത, അവര് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച്. അവർ കൂടാരമടിച്ചത് ദൈവം പറഞ്ഞ സ്ഥലത്ത്, കൂടാരത്തിന്റെ കുറ്റി പറിച്ചത് ദൈവം പറഞ്ഞ സ്ഥലത്ത്. ശ്രദ്ധിച്ചോണം. എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്ന കാര്യം, നിന്റെ ജീവിതത്തിലെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ടെടുക്കണം? നിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ തോന്നി, അങ്ങനെ തോന്നി, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. അല്ല, നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ തമ്പുരാൻ കർത്താവിനോട് ചോദിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ, മുന്നോട്ട് നീങ്ങാൻ. ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. മോശ എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങിയത്? മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറച്ചില് മാത്രം പോരാ, വെറും വാക്ക് മാത്രം പോരാ, മറിച്ച് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവർ, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടില്ലേ? മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേൽ ജനത്തിന്റെ യാത്രാ സമയത്ത് അവർക്ക് പേടിയായിരുന്നു. കാരണം എന്താ? ഈ ഇസ്രായേൽ ജനത്തിന് എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. അവരുടെ യാത്ര മുഴുവൻ അങ്ങനെയായിരുന്നു.
ആ യാത്ര മുഴുവൻ അവർ സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ചുള്ള യാത്രയായിരുന്നു. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം നിന്റെ യാത്രയും. കരങ്ങൾ രണ്ടും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. മോശ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നീ എന്ന കുടുംബനാഥൻ, നീ എന്ന കുടുംബനാഥ, നീ എന്ന പഠിക്കുന്ന വിദ്യാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, എത്ര പ്രായമുള്ള വ്യക്തിയായിക്കോട്ടെ, നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പല തോന്നലുകളും വരും, അനേകം ആളുകൾ ഞങ്ങളോട് പലതും പറയും. എന്നാൽ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തീരുമാനപ്രകാരം മുന്നോട്ട് നീങ്ങാൻ ശക്തിയും ബലവും നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കർത്താവേ. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ എന്ന് പറഞ്ഞ വ്യക്തി ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിച്ച് ആ ദൈവത്തോട് മോശ അങ്ങേയറ്റം അള്ളിപ്പിടിച്ചു നിന്നു. മോശയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആന്തരിക മുറിവിന്റെ കൂടാരം, ഒത്തിരി കുറവുകളുള്ളവൻ. പക്ഷേ അവൻ എങ്ങനെയായി വാഗ്ദാനം സ്വന്തമാക്കിയത്? തമ്പുരാൻ കർത്താവിനെ കൂടെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് കൂടെ വന്നാൽ മാത്രം പോരാ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് നാട്ടുകാരറിയണം, മറ്റുള്ളവരറിയണം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്. കേട്ടല്ലോ? എന്താ കേട്ടത്? നീ താമസിക്കുന്ന സ്ഥലത്ത്, നിന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിന്റെ അയൽവാസികൾ അറിയണം. അല്ലാതെ വെറുതെ നീ പറഞ്ഞാൽ പോരാ, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. നീ താമസിക്കുന്ന സ്ഥലത്ത് നിന്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾക്ക് മനസ്സിലാവണം, ദൈവ സാന്നിധ്യമുള്ള വീടാണിത്, ദൈവിക സാന്നിധ്യം വെളിപ്പെടണം. അതിനെന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യത്തെ വട്ടമിട്ടങ്ങോട്ട് പിടിച്ചോണം. ഓ ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്നൊഴുകുന്ന ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കണമേ. ഒത്തിരി കുറവുകളുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ അൽത്താരയിൽ ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവ് എടുത്ത് മാറ്റിമറിക്കുന്ന അനുഭവം സംഭവിക്കപ്പെടും. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഇസ്രായേൽ ജനത്തെ വളരെ വ്യക്തമായി സംരക്ഷിച്ച ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ സംരക്ഷിക്കുന്ന സമയമാണ്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ.